ഭരണസ്തംഭനത്തിനെതിരെയും LDF BJPയുടെയും ഈ ഡീലിനുമെതിരെയുള്ള ഒരു വലിയ സമരം നമ്മൾ തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. അത് തിരുവനന്തപുരം നഗരസഭ ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ രാവിലത്തെ പ്രോഗ്രാമിൽ മാനവീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് തുടർച്ചയായി തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട KPCC നേതാക്കളും കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡേഴ്സും നമ്മളൊരു മീറ്റിംഗ് ചർച്ചയിലേക്ക് പോയി. അതിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം 6 മാസം കഴിയുമ്പോൾ വലിയ ഒരു ഭരണസ്തംഭനം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്, നഗരത്തിലുണ്ടായിരിക്കുകയാണ്. ഇവിടെ ഭരണത്തിൽ വരികയാണെങ്കിൽ പ്രധാനമന്ത്രി വന്ന് വലിയ പദ്ധതികൾ വാരിക്കോരി നൽകും, 45 ദിവസം കൊണ്ട് മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടും കഴിഞ്ഞ ഇടതുപക്ഷം 45 വർഷം ഭരിച്ചതിനേക്കാളും മോശമായിട്ടാണ് ഇന്ന് കോർപ്പറേഷൻ്റെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഈ നഗരത്തിൽ ഈ KPCC ഇരിക്കുന്ന ശാസ്ത്രമംഗലം വാർഡടക്കം തൊട്ടടുത്തുള്ള മേഖലകൾ എല്ലായിടത്തും 101 വാർഡിലും ഇവിടുത്തെ മാലിന്യ പ്രശ്നം അതിരൂക്ഷമായിരിക്കുകയാണ്. മാലിന്യം ക്ലിയർ ചെയ്യാൻ കഴിയാതെ അതിനുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്താണെന്നുള്ളൊരു തീരുമാനം പോലും എടുക്കാൻ ഒരു കോർപ്പറേഷൻ എങ്ങോട്ടാണ്, ഏത് ദിശയ്ക്കാണ് പോകുന്നുള്ള കാര്യങ്ങൾ പോലും പറയുവാൻ കഴിഞ്ഞിട്ടില്ല. മാലിന്യ പ്രശ്നമാകട്ടെ, തെരുവുനായ വിഷയമാവട്ടെ, കുടിവെള്ള പ്രശ്നമാവട്ടെ, റോഡുകളുടെ ശോച്യാവസ്ഥയാവട്ടെ, കോർപ്പറേഷന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ കാര്യമാവട്ടെ, 6 മാസം കൊണ്ട് വലിയ ഒരു ഭരണസ്തംഭനം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിരിക്കുകയാണ്. മേയറും ഡെപ്യൂട്ടി മേയറും കുറേ പ്രോഗ്രാംസിന് പോകുന്നു, കുറേ റീൽസ് ഇടുന്നു എന്നല്ലാതെ ഇവിടെ ഒരു തരത്തിലുള്ള ജീവിത നിലവാരത്തിലുള്ള മാറ്റം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഭരണസ്തംഭനത്തിനെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് UDF അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. LDF ഈ വിഷയത്തിൽ LDF BJP രാഷ്ട്രീയ കളിയാണ് കാണിക്കുന്നത്. ഈ സുഗതൻ്റെ വിഷയം പോലും നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് 27-ാം തീയതി ഏപ്രിലിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള കോർപ്പറേഷൻ കൗൺസിലിൽ അന്ന് ഒളിവിലാണെന്ന് പറയപ്പെടുന്ന സുഗതൻ എന്ന് പറഞ്ഞ വാഴോട്ടുമണത്തെ കൗൺസിലർ, അദ്ദേഹം ആ കോർപ്പറേഷനിൽ പിൻവാതിലിലൂടെ വന്ന് അദ്ദേഹം കൗൺസിലിൽ പങ്കെടുത്തിട്ടുണ്ട്, അവസാനം വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അന്ന് കേരളം ഭരിക്കുന്ന LDF സർക്കാരിൻ്റെ പിണറായി വിജയൻ്റെ പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അവരുടെ സഹായിച്ചിട്ടില്ല അന്ന് കൗൺസിലിൽ ശ്രീ സുഗതൻ വന്ന് പങ്കെടുത്തത്. ഇപ്പോൾ സുഗതൻ പങ്കെടുക്കാത്ത കൗൺസിൽ, ഒന്നാമത്തെ കൗൺസിലുള്ളത് മേയിലാണ്. ഇനി നാളത്തെ കൗൺസിലിൻ്റെ കാര്യങ്ങൾ കാണാം. അപ്പോൾ ഈ വിഷയത്തിൽ LDF BJP തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു ഒത്തുകളിയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന സുഗതൻ 27-ാം തീയതി വന്ന് LDF ഭരിക്കുന്ന സമയത്ത് കൗൺസിലിൽ വന്നത്. രണ്ടാമത് LDF സർക്കാരിനെതിരെ LDF കോർപ്പറേഷനെതിരെ ഏറ്റവും കൂടുതൽ കോൺഗ്രസും BJPയും പറയുന്ന വിഷയം ഇവിടുത്തെ പിൻവാതിൽ നിയമനങ്ങളാണ്. ഈ കോർപ്പറേഷനിൽ 10,000 ആളുകളെ പിൻവാതിലിലൂടെ വർഷങ്ങളായി നിയമിച്ചിരിക്കുകയാണ്. അതിലൊരു 10 ആളുകളെ പോലും മാറ്റുവാൻ ഈ കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടില്ല, നീട്ടിക്കൊടുക്കുകയാണ്. LDFൻ്റെ സമയത്തുണ്ടാക്കിയിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങൾ BJP കോർപ്പറേഷൻ നീട്ടിക്കൊടുക്കുകയാണ്. സത്യം പറയുകയാണ്, ഇന്നലെ അവിടെ നടന്നിട്ടുള്ള ആ ഒരു നാടകം തന്നെ എനിക്ക് തോന്നുന്നു സുഗതനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ LDFും BJPയും ഈ ഭരണം മാറിയതിന് ശേഷം LDFൻ്റെ പിൻവാതിൽ ആൾക്കാരെ കണ്ടിന്യൂ ചെയ്യുവാൻ BJP സമ്മതിക്കുന്നു. സുഗതന് 27-ാം തീയതി കൗൺസിൽ വന്ന് ഒപ്പിടാനുള്ള ഒരു സൗകര്യം LDF ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ LDFും BJPയും തമ്മിലുള്ള ഒരു ഒത്തുകളി, ഒരു കബളിപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത്. 29-ൻ്റെ കൗൺസിൽ തന്നെ ഒരുപക്ഷെ മാറ്റിവെക്കാൻ വേണ്ടിയുള്ളതായിരിക്കും ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഹോസ്പിറ്റൽ നാടകം എന്ന് നമ്മൾ വിചാരിക്കുന്നു. അത് UDF തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് നമ്മൾ 20 കൗൺസിലർ വാർഡിൽ നല്ല ഭരണം ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിപ്പോൾ സർക്കാരിൻ്റെ ഭരണം, UDF സർക്കാരിൻ്റെ ഭരണമുണ്ട്. ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞ കാര്യം, ഏറ്റവും കൂടുതൽ ഈ രോഗങ്ങളുടെ വിഷയം വരുന്നൊരു ജില്ല തിരുവനന്തപുരമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോർപ്പറേഷൻ നിസ്സംഗതയാണ്. അപ്പോൾ നമ്മളൊക്കെ ഭയക്കുന്നത് അത്തരത്തിൽ കോർപ്പറേഷൻ ചെയ്യേണ്ട ജോലി ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. അതുകൊണ്ട് ഭരണസ്തംഭനം എന്നുള്ള വിഷയം, ഈ കുടിവെള്ളമാവട്ടെ, നായ്ക്കളുടെ വിഷയം, നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെയായിരുന്നു വലിയ വാഗ്ദാനം പറഞ്ഞത്. ഒരു NGOയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറേ നായ്ക്കളെ മാറ്റിയതല്ലാതെ ഒരു ശാശ്വത പരിഹാരം എന്താണ്, ഏത് ഡയറക്ഷനാണ്? ഇപ്പോൾ നമ്മൾ മാലിന്യ പ്രശ്നമാകട്ടെ, അതിനൊരു ഡീസെൻട്രലൈസ് സൊല്യൂഷൻ വേണം. എന്ത് സൊല്യൂഷനാണ് എടുത്തിട്ടുള്ളത്? ഒരു മീറ്റിംഗ് പോലും കോർപ്പറേഷൻ്റെ നമ്മളൊക്കെ സഹകരിക്കാൻ തയ്യാറാണ്. മാലിന്യ പ്രശ്നം, നായ്ക്കളുടെ വിഷയം, കുടിവെള്ളം, റോഡുകൾ, നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ്. ഒരു ക്രിയേറ്റീവായിട്ടുള്ള മീറ്റിംഗ്, കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു മീറ്റിംഗ് പോലും നടത്തുവാൻ ഇവർ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്തംഭനം ഉണ്ടായിരിക്കുകയാണ്, ഒരു ഭരണ പരാജയം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭരണ പരാജയത്തിനെതിരെ വളരെ ശക്തമായിട്ട് തന്നെ UDF മുന്നോട്ട് പോവുകയാണ്. നമ്മൾ UDF ലീഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ UDFൻ്റെ വലിയൊരു പ്രക്ഷോഭം ഇവിടെ ഭരണസ്തംഭനത്തിനെതിരെയും LDF BJPയുടെയും ഈ ഡീലിനുമെതിരെയുള്ള ഒരു വലിയ സമരം നമ്മൾ തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. അതോടൊപ്പം കോർപ്പറേഷൻ 6 മാസമായിരിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ UDFൻ്റെ പാർലമെൻ്ററി പാർട്ടി തീരുമാനിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ വൈകുന്നേരം തീരുമാനിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിച്ചിരിക്കുന്നത് തിങ്കളാഴ്ചയുള്ള
ആദ്യത്തെ കോർപ്പറേഷൻ മുന്നിലുള്ള സമരമാണ്. ബാക്കി കാര്യങ്ങൾ 6 മാസം പൂർത്തിയാക്കിയല്ലോ, എന്താണെന്നുള്ളത് UDF ആയിട്ട് തീരുമാനിച്ച് ഈ ജനങ്ങളെ ഇവരെ നേരായിട്ട് ഭരിക്കാനുള്ള ഒരു അവസരം ജനങ്ങൾ 6 മാസമായി കൊടുത്തു. അവർ ഭരിക്കുന്നില്ലെങ്കിൽ അതിനുള്ള താക്കീതുമായിട്ട് തന്നെ UDF മുന്നോട്ട് പോകും. ഇത് LDF BJP തമ്മിലുള്ള കള്ളക്കളിയിൽ നമ്മളില്ല. ഇല്ല, അതിനെതിരെ ലീഗലായിട്ട് ചിലർ പോയിട്ടുണ്ട്. പക്ഷേ അതിന് പല വേർഷൻസും ഉണ്ട്. ഞാൻ പറയുന്നത് ആ വിഷയത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സെക്രട്ടറി കാണിച്ച നിലപാട് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരാണ് എനിക്കുള്ളത്. കാരണം അപ്പം തന്നെ ചാടിക്കയറി സത്യപ്രതിജ്ഞിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. 4 മാസം സമയം കൊടുക്കുന്നുണ്ട്. അതിന് ഉള്ള സൗകര്യങ്ങൾ ബഹുമാനപ്പെട്ട സെക്രട്ടറി കൊടുക്കുമെങ്കിലും അതിൻ്റെ പേപ്പേഴ്സ് പോലും കോടതിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് 4 മണിക്കൂറിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരാവശ്യം കൂടി ഇല്ലായിരുന്നു. അത് സെക്രട്ടറിയൊക്കെ അതിനകത്ത് ഒന്ന് കൈകൊടുത്തു എന്നാണ് വിശ്വസിച്ചത്. ശരിയായിട്ടുള്ള നടപടിക്രമമല്ല. അത് ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി നമ്മൾ അറിയിച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പാർലമെൻ്ററി പാർട്ടി മീറ്റിംഗ് വൈകിട്ടുണ്ട്. 6 മാസം ഒരു ഭരണ സംവിധാനം വരുമ്പോൾ ചില നിയമങ്ങളും സംവിധാനങ്ങളൊക്കെ ആക്ടിനകത്തുണ്ട്. അതെന്താണെന്നുള്ളത് UDF പാർലമെൻ്ററി പാർട്ടി തീരുമാനിച്ച് നമ്മൾ തീരുമാനം വൈകിട്ട് എടുക്കുന്നതായിരിക്കും. സത്യപ്രതിജ്ഞയുടെ ഭാഗമായി ദൈവനായം പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അങ്ങനെ വിഷയം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ കേസിൻ്റെ ഭാഗമായി LDF പറഞ്ഞില്ല? അല്ലെങ്കിൽ അതിന് ബദലായി കോർപ്പറേഷൻ മറുപടി കൊടുത്തപ്പോൾ മേയർ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോയില്ല? ഇല്ല, അവർക്ക് അതിനുള്ള 6 മാസം അവർ സമയമുണ്ടായിരുന്നല്ലോ. ഇതിന് മറുപടി കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട മേയർ അടക്കം ഈ കാര്യത്തിൽ അവർക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ അത് പറയാമായിരുന്നല്ലോ. അത് പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതും ഔട്ട് ഓഫ് കോർട്ട് പറയുന്നതും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇതിൽ BJP ആയിട്ട് ഡീല് UDF-നില്ല. ഡീലുള്ളത് LDF-നാണ്. അവർ പിൻവാതിൽ നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ചില പ്രോജക്റ്റുകൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളത് നാട്ടുകാർക്കാണ്. അപ്പോൾ 6 മാസം പൂർത്തിയാകുന്ന ഈ സാഹചര്യത്തിൽ എന്ത് നടപടി വേണമെന്നുള്ളത് UDF ആലോചിച്ച് വൈകുന്നേരം നമ്മുടെ പാർലമെൻ്ററി പാർട്ടി തീരുമാനമെടുക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.